ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾക്കൊരു കഥ പഠിക്കാം. അതിന് മുമ്പായിട്ടൊരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ഒന്നോടെ നമുക്ക് ആ വാക്യം ഒന്ന് പഠിക്കാം. എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അബ്രഹാമിനും സാറയ്ക്കും മക്കളുണ്ടായിരുന്നില്ല. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു, ഞാൻ നിനക്ക് മക്കളെ തരും, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ മാത്രമേ നിൻ്റെ മക്കളെ എണ്ണുവാൻ കഴിയുകയുള്ളൂ, അത്രമാത്രം സന്തതി നിനക്ക് ദൈവം തരും എന്നെല്ലാം അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അപ്പോൾ മക്കളുണ്ടായിരുന്നില്ല. 86 വയസ്സായി, അബ്രഹാമിന് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ സാറായി പറഞ്ഞു, നമുക്ക് മക്കളില്ല, എന്നാൽ എനിക്ക് ഒരു മിസ്രയീം ദാസിയുണ്ട്, ആ ദാസിയിൽ നിന്ന് നമ്മൾക്ക് മക്കളുണ്ടാകാമെന്ന് അബ്രഹാമിനോട് പറഞ്ഞു. അപ്പോൾ അബ്രഹാം അത് ദാസി മുഖാന്തരം ഉണ്ടാകുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന് അത് സാറയുടെ വാക്കങ്ങ് അനുസരിച്ചു. അങ്ങനെ സാറയുടെ വാക്ക് അനുസരിച്ച് അബ്രഹാം ഹാഗാറിനെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനുണ്ടായി. എന്നാൽ അബ്രഹാമും സാറയും വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. ദൈവം അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ വെയിറ്റ് ചെയ്തില്ല. അവർ കുറുക്ക് വഴി നോക്കി ഒരു മകനെ കിട്ടുവാൻ വേണ്ടി. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നും അവർ ചിന്തിച്ചില്ല. എന്നാൽ സാറേ അബ്രഹാമിനോട് പറഞ്ഞു, ഹാഗർക്ക് ഗർഭം ധരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ യജമാനത്തിയായ സാറയെ നിന്ദിതയായി കണക്കാക്കി. പിന്നെ അവൾക്കൊരു വാല്യൂ, അവൾ പറയുന്നൊന്നും കേൾക്കാതെയായി, അവളെ അനുസരിക്കാത്തൊരു വ്യക്തിയായിട്ട് തീർന്നു. അപ്പോൾ സാറ എന്ന അബ്രഹാമിനോട് പറഞ്ഞു, നോക്കിക്കേ, ഇതിനൊക്കെയും ഉത്തരവാദി നീയാണ്. ഉത്തരവാദി അബ്രഹാം അല്ല, സാറ തന്നെയാണ്. എന്നാൽ കുറ്റം ഇപ്പോൾ അബ്രഹാമിന് കൊടുത്തു. അപ്പോൾ അബ്രഹാം സാറായോട് പറഞ്ഞു, നിൻ്റെ ദാസിയാണ്, നീ നിൻ്റെ ഇഷ്ടം പോലെ അവളോട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അനുവാദം കിട്ടിക്കഴിഞ്ഞപ്പോൾ സാറ ഇവളോട് വളരെ കാഠിന്യമായിട്ട് പെരുമാറി. അപ്പോൾ കാഠിന്യം പെരുമാറിക്കഴിഞ്ഞപ്പോൾ ആദ്യം ഇവളുടെ ഒരു ദാസിയായിട്ട് അവൾ ജീവിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. അവൾക്ക് നല്ല സന്തോഷം അവൾക്ക് അനുഭവിക്കാമായിരുന്നു. എന്നാൽ അവൾക്ക് ഗർഭം വന്നപ്പോൾ അവൾക്ക് നിഗളമുണ്ടായി. അതുകൊണ്ട് യജമാനത്തി അവൾക്ക് നിന്ദിതയായിട്ട് തീർന്നു. അപ്പോൾ കാഠിന്യം വന്നു കഴിഞ്ഞപ്പോൾ അവൾ സാറയെ വിട്ട് ഓടിപ്പോയി. അങ്ങനെ അവൾ ഓടി അവിടെ മരുഭൂമിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പോൾ ദൂതൻ അവളെ വിളിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അത് ദൈവം കണ്ടു. അബ്രഹാമിൻ്റെ സന്തതിയാണ് ഹാഗാറിൻ്റെ വയറ്റിലുള്ളത്. അത് ദൈവം കണ്ടു. അപ്പോൾ ഹാഗർ പറഞ്ഞു, ഞാൻ എൻ്റെ യജമാനത്തിയെ വിട്ടിട്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ യഹോവ പറഞ്ഞു, നീ തിരിച്ചു പോയി നിൻ്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കാൻ കൽപ്പിച്ചു. കീഴടങ്ങിയിരിക്കാത്തത് കൊണ്ടാണ് സാറ കാഠിന്യം ചെയ്തത്. കാരണം അവളെ ഉപദ്രവിക്കേണ്ട ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുത്തത് ഹാഗറാണ്. കാരണം എന്നാന്ന് വെച്ചാൽ യജമാനത്തെ കീഴടങ്ങേണ്ടത് ആവശ്യമാണ്. ദാസിക്ക് യജമാനത്തെ കീഴടങ്ങിയേ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതവൾ ചെയ്യാതെ അവൾ യജമാനത്തിയെ നിന്ദിതയായിട്ട് കൺസിഡർ ചെയ്തു. അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്നാൽ ദൂതൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ച് പോകുവാനായിട്ട് തീരുമാനിച്ചു.
പോരുവാനായിട്ട് തീരുമാനിച്ചതിന് ശേഷം അവളോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ഇസ്മായേൽ എന്ന പേർ വിളിക്കണം, അവൻ നല്ല ശക്തിയുള്ളവനായിരിക്കും, അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായി, എല്ലാവരുടെ കൈ അവന് വിരോധമായിരിക്കും, അങ്ങനെ നീ തിരിച്ചു പോകണം എന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞതാണ് നമ്മളിപ്പോൾ പഠിച്ച വാക്യം. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. എന്നാറേ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. തന്നോട് അരുളിച്ചത് യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അങ്ങനെ അവൾ ആ കിണറ്റിന് ബേർലഹൈരോയ് എന്ന് പേര് വിളിച്ചു. അതിനുശേഷം ഹാഗാർ തിരിച്ച് സാറയുടെ അടുത്ത് ചെന്നു. അവൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു. ഹാഗാർ ഒരു മകനെ പ്രസവിച്ചു. അബ്രഹാം ആ മകന് അവന് ഇസ്മായേൽ എന്ന് പേരിട്ടു. അപ്പോൾ ഹാഗാറിന് അബ്രഹാമിന് ഇസ്മായേൽ ഉണ്ടായപ്പോൾ അവൻ്റെ ആദ്യത്തെ പുത്രനാണ്. അവന് 86 വയസ്സായിരുന്നു. ഇന്നത്തെ ഇതിലനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒരു ദാസി യജമാനത്തിയെ കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവിക കൽപ്പനയാണ്. ദാസന്മാരെ നമ്മൾക്ക് നമ്മളെക്കാൾ ഉയർന്നവരെ കീഴ്പ്പെട്ട് ജീവിക്കണമെന്നുള്ളത് ദൈവിക കൽപ്പനയാണ്. അതുകൊണ്ട് ആയിരിക്കുന്നവർ കീഴ്പ്പെട്ട് യജമാനത്തിമാരുടെ കീഴ്പ്പെട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. രണ്ടാമതായിട്ട് കാണാനായിട്ട് സാധിക്കും, സാറയ്ക്ക് മക്കളുണ്ടായില്ല, എന്നാൽ ദാസിയായ ഹാഗാറിന് മക്കളെ കൊടുക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദമായി എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് അവൾ ദാസിയാണ്, എന്നാൽ സ്നേഹവാനായ കർത്താവ് അവൾക്ക് പ്രത്യക്ഷനായി അവളോട് പറയുന്നു ഭയപ്പെടേണ്ട എന്ന് അവളോട് പറയുന്നുണ്ട്. അവളോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, സ്നേഹവാനായ കർത്താവ് എല്ലാവരെയും കാണുന്നു, കരുതുന്നു എന്നുള്ളത് നമുക്ക് മൂന്നാമതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് അവർക്ക് ഇസ്മായേൽ എന്നൊരു മകനുണ്ടായി. അവൻ ശക്തിയുള്ള ഒരു മകനായിട്ട് തീർന്നു എന്നുള്ളത് നാലാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിന് ഒരു മകനുണ്ടായി, ദൈവം അവനെ അനുഗ്രഹിച്ചു, അവനും വലിയൊരു രാഷ്ട്രമായിട്ട് തീർന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് ദൈവം തൻ്റെ സമയത്ത് അബ്രഹാമിനും സാറായിക്കും മക്കളെ കൊടുക്കുമായിരുന്നു. അവർ കുറുക്ക് വഴി അന്വേഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ട് സാറായി അനുഭവിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് അവൻ ഞങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കുറുക്ക് വഴികൾ നോക്കാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കാണുന്ന കർത്താവ് എപ്പോഴും ഞങ്ങളെ കാണുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ ഭയമില്ലാത്തവരായിട്ട് സമാധാനത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈയമർത്തണം. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.